ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മളെ പത്തപ്പിരത്തില്ല പെരുങ്കോളത്താണ് നിൽക്കുന്നത്. ഇവിടെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനത്തിന് ട്രോമാ കെയറിന്റെ നേതൃത്വത്തിൽ പരിശീലനം കൊടുക്കുകയാണ്. അപ്പൊ അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാം. ഇത് മലപ്പുറം ജില്ലാ ട്രോമാ കെയർ മലപ്പുറം ജില്ലയിലെ വിവിധ സ്റ്റേഷൻ യൂണിറ്റിന്റെ കീഴിൽ നടത്തി വരുന്ന ട്രെയിനിങ് ആണ്. ജലാശയ അപകടങ്ങളും ദുരന്തങ്ങളും ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എടവണ്ണ പഞ്ചായത്തിലെയും സ്റ്റേഷൻ പരിധിയിലും വരുന്ന വിദ്യാർത്ഥികൾക്ക് 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നീന്തൽ സ്വായത്തമാക്കുക എന്നുള്ള രൂപത്തിൽ കൊടുത്തു വരുന്ന നീന്തൽ പരിശീലനമാണ്. ഇപ്പം എടവണ്ണ സ്റ്റേഷൻ യൂണിറ്റിൻ്റെ കീഴിൽ ഏകദേശം 8ാമത്തെ ബാച്ചാണ്. അതുപോലെ തന്നെ 2 സ്കൂളുകളിലായിട്ട് ഏകദേശം 600ഓളം കുട്ടികൾക്കും ഈ 8ാമത്തെ ബാച്ചോട് കൂടി ഇതും ഏകദേശം ഒരു 600ഓളം കുട്ടികൾക്ക് 1200ഓളം കുട്ടികൾക്ക് ഇപ്പോൾ നമ്മൾ ട്രെയിനിങ് നൽകി കഴിഞ്ഞു. ഇതുമായി ലക്ഷ്യം വെക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജലാശയങ്ങളിൽ നടക്കുന്ന അപകടങ്ങളും ദുരന്തങ്ങളും ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇത് തുടങ്ങിയപ്പോൾ കുട്ടികളെ കിട്ടുമോ എന്നുള്ളൊരു ഭയമായിരുന്നു. പിന്നീട് അങ്ങോട്ട് രജിസ്ട്രേഷൻ തുടങ്ങിയപ്പോൾ ഡെയിലി രജിസ്റ്റർ ചെയ്തുകൊണ്ട് ആദ്യം 1ാമത്തെ ബാച്ച് തുടങ്ങിയപ്പോൾ രജിസ്റ്റർ ചെയ്ത അതേ കുട്ടികളാണ് ഇപ്പോഴും നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തത് 9ാമത്തെ ബാച്ച് മുതൽ ഇനിയും രജിസ്ട്രേഷൻ തുടങ്ങുകയാണ്. ഏതായാലും മലപ്പുറം ജില്ലയിലെ മുഴുവൻ സ്റ്റേഷൻ യൂണിറ്റിൻ്റെ കീഴിലും മലപ്പുറം ജില്ലാ ട്രോമാ കെയർ ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ പാണ്ടിക്കാട് യൂണിറ്റാണ് ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. തുടർന്നുള്ള എല്ലാ യൂണിറ്റുകളും ഇതിൻ്റെ ഭാഗമായിട്ട് ഇത് കൊണ്ടുവരും. ഞങ്ങളുടെ ഈ ഒരു നീലപ്പട്ടാളം ഈ വളണ്ടിയേഴ്സാണ് ഞങ്ങളുടെ ഈ ഒരു കരുത്ത്. അവരില്ലോണ്ടാണ് ഇതൊക്കെ നടന്നു പോകുന്നത്. കുട്ടികളെ വെള്ളത്തിൽ ഇറക്കാനുള്ള ധൈര്യം ഞങ്ങൾക്ക് കിട്ടുന്നത് ഞങ്ങളുടെ ഈ വളണ്ടിയേഴ്സാണ്. അപ്പോൾ ഇനി ആരെങ്കിലും ഇതിൽ പങ്കെടുക്കാൻ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് നീന്തൽ പരിശീലനത്തിന് കുട്ടികളെ പങ്കെടുപ്പിക്കാനുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ നമ്പർ ഇതിന് താഴായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ശരി. നീന്തൽ പരിശീലനത്തിന് വരുന്ന കുട്ടികളുടെ കൂടെയുള്ള രക്ഷിതാക്കളെ ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് വെക്കണം. അവരുടെ സ്കൂള്, പഞ്ചായത്ത്, വാർഡ് ഇതൊക്കെ അറിയാനും വേണ്ടിയിട്ടാണ്. പിന്നെ അവർക്ക് ഇതൊക്കെ കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സ്കൂളിൽ വളരെ ഉപകാരപ്രദമായ സംഗതികളാണ്. അതേപോലെ വളണ്ടിയേഴ്സ് തരുന്ന നിർദ്ദേശങ്ങൾ രക്ഷിതാക്കൾ പാലിക്കുക. കുട്ടികൾ കയറിപ്പോണ അതുവരെ എന്താക്കണം, രക്ഷിതാക്കളും ഈ കുളത്തിൻ്റെ അടുത്ത് ഉണ്ടാകണം. അതാണ് അവരുടെ ആവശ്യം. അങ്ങോട്ട് പോലെ ആർക്കും നീന്തറിയില്ല. നമുക്ക് നീന്തം പഠിച്ചതല്ലേ. അപ്പോൾ നമ്മൾ നീന്തൽ പഠിപ്പിച്ചിട്ടേ ഇവിടുന്ന് കിട്ടുള്ളൂ. ഒരുപാട് ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങൾക്ക് നിർദ്ദേശം നൽകാനായിട്ട് നമ്മൾ കുട്ടികളൊക്കെ ശ്രമിക്കാറ്. നീന്തൽ പഠിക്കാനാണ് വന്നുള്ളത്. എന്തിനാ നീന്തൽ പഠിക്കുന്നത്? എന്തിനാ നീന്തൽ പഠിക്കുന്നത്? നീന്താനോ? എന്തിനാ നീന്തൽ? ഇത് പറയാം, എന്തിനാ നീന്തൽ പഠിക്കുന്നത്? ഒരു രസത്തിനാണ്. വെള്ളത്തിൽ മുങ്ങാതൊക്കെയാണ്. നീന്തൽ പഠിച്ചാലും വെള്ളത്തിൽ മുങ്ങും. പക്ഷേ മുങ്ങിയാൽ നമുക്ക് വളരെ സമൃദ്ധമായിട്ട് രക്ഷപ്പെടാനും കൂടിയാണ് നീന്തൽ പഠിക്കുന്നത് അല്ലേ? അത് മാത്രമല്ല, നിങ്ങൾക്ക് നീന്തൽ അറിയില്ലെങ്കിൽ വെള്ളം കാണുമ്പോൾ പേടി ഉണ്ടാവും. അതുപോലെ തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങി ചിലപ്പോൾ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വലിയൊരു കാര്യം എന്താ പറയുക, നിങ്ങൾക്കൊരു ഉള്ളിൽ ഒരു ധൈര്യം ഉണ്ടാവും, ഒരു ആത്മവിശ്വാസം. നമ്മുടെ നാട് ചുറ്റും വെള്ളമുള്ള ഒരു നാടാണ്. എവിടെ പോയാലും നമുക്ക് വെള്ളത്തിൻ്റെ എന്തെങ്കിലും കുളം ഉണ്ടാവും, പുഴ ഉണ്ടാവും, കായലുണ്ടാവും, കടലുണ്ടാവും. നമ്മുടെ നാട് അങ്ങനത്തെ ചുറ്റും വെള്ളമുള്ളൊരു നാടാണ്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കരയിൽ താമസിക്കുന്ന ആൾക്കാർ നീന്തൽ പഠിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഏറ്റവും ചെറുപ്പത്തിലേ പഠിച്ചാൽ, നിങ്ങളൊക്കെ ഇത്രയും ചെറുപ്പത്തിലേ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ ഇങ്ങനെയൊക്കെ ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളത് നിങ്ങളുടെ ഭാഗ്യമാണ്. പുതിയ കാലത്ത് നമ്മളാരും മുങ്ങി കുളിക്കാൻ പോകില്ല. എല്ലാവരും ഇങ്ങനെ ടാപ്പ് തന്ന് ഷവറിൻ്റെ വീട്ടിൽ നിന്ന് കുളിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ പല കുട്ടികളും നന്നായി സ്കൂളൊക്കെ പഠിക്കും, A+ ഒക്കെ വാങ്ങും, എന്നിട്ട് നല്ല നല്ല കോളേജുകളിലൊക്കെ പോയി പഠിക്കും. പക്ഷേ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നീന്തൽ എന്നുള്ള സംഭവം കുട്ടികൾക്ക് പലപ്പോഴും പഠിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ വാർത്തകൾ വായിച്ചിട്ടുണ്ടാവും, അപകടങ്ങൾ സംഭവിക്കുന്നു. നമുക്ക് അപകടം സംഭവിക്കുന്നതും മരണം സംഭവിക്കണമൊക്കെ ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. എൻ്റെ മോന് 2 കൊല്ലം മുമ്പ് മരിച്ചു പോയതാണ്.
നീന്തൽ കുളത്തിൽ മുങ്ങി മരിക്കാം. നീന്തലാവും പൂർണ്ണമായും പഠിച്ചു വെച്ചാൽ പഠിച്ചിരുന്നു, പക്ഷേ അതൊരു അപകടം സംഭവിച്ചെന്നേ ഉള്ളൂ. പക്ഷേ ഞാനെപ്പോഴും ആലോചിക്കാം, കുട്ടികളൊക്കെ വളരെ ചെറുപ്പം മുതലേ നീന്തൽ പഠിപ്പിക്കണം. അതിലൂടെ അവർക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാവും, മസിലുകൾക്ക് നല്ല കരുത്ത് കിട്ടും. ഡോക്ടർമാരൊക്കെ പറയുന്നത് പല പല രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ട്, പല രോഗങ്ങളുണ്ട്, ഷുഗറും പ്രഷറും, അങ്ങനെ പല രോഗങ്ങളുണ്ട്. ഈ രോഗത്തിനൊക്കെ വ്യായാമം ചെയ്യാത്തതാണ് കാരണം എന്ന് പറയുന്നത്. ഏറ്റവും നല്ല വ്യായാമമാണ് നീന്തൽ. നമുക്ക് ഏതായാലും ഇങ്ങനെ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ വീടിനടുത്ത് കുളമൊന്നും ഉണ്ടാവില്ല, പക്ഷേ എവിടെ പോയാലും വെള്ളത്തിലിറങ്ങി നീന്താനുള്ള ഒരു കഴിവുണ്ടാക്കിയെടുക്കുക. ആ കഴിവിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ നല്ല ആരോഗ്യം ഉണ്ടാവും. അങ്ങനെ നല്ല ആരോഗ്യമുള്ള ഒരു തലമുറ ഇവിടെ വളരണം. അപ്പോൾ നിങ്ങൾക്കൊക്കെ അതിനുള്ളൊരു അവസരം ഇടവണ്ണ ട്രോമാ കെയർ പ്രവർത്തകരാണ് ഒരുക്കിയിട്ടുള്ളത്. 8ാമത്തെ ബാച്ചാണ്. ആദ്യത്തെ ബാച്ചിന് ഉദ്ഘാടനം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇത്രയും ബാച്ചുകൾക്ക് ഇവർ പരിശീലനം കൊടുത്തു കഴിഞ്ഞു. ഇതൊരു അഭ്യാസമാണ്, ഇത് ഒരു ആയോധനമുറ പോലെ പഠിക്കേണ്ടതാണ്. അപ്പോൾ അത് പഠിക്കാൻ ഇങ്ങനെ ശാസ്ത്രീയമായ രീതിയിൽ പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള ഒരു ടീം നമ്മുടെ നാട്ടിലുണ്ടായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് അറിയാം, 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ 10 പാസ്സായി കഴിഞ്ഞാൽ പിന്നീട് പഠിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പല പല സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് നീന്തൽ അറിയാമെന്നുള്ള സർട്ടിഫിക്കറ്റായിരുന്നു. അതുപോലെ പല കോഴ്സുകൾക്കും പോകുമ്പോഴുണ്ട്. അപ്പം നീന്തൽ അറിയാമെന്നുള്ളത് നമുക്കൊരു യോഗ്യതയും കൂടിയാണ്, ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ നല്ല നീന്തൽക്കാരായി മാറാൻ കഴിയട്ടെ, നിങ്ങളൊക്കെ നല്ല കുട്ടികളായി വളരട്ടെ. നിങ്ങൾ ഇതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ രക്ഷിതാക്കൾ വന്നു, അവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഈ ട്രോമാ കെയർ പ്രവർത്തകരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു. പോട്ടെ പോട്ടെ പോട്ടെ. അപ്പോളാ സാ പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് പോയിക്കൊണ്ടിരോ. നിങ്ങൾക്ക് പേടിയുണ്ടോ? ഇപ്പൊ പേടിയില്ല നിങ്ങൾക്ക്? അപ്പൊ 2 ക്ലാസ് കൂടി കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് നീന്തൂലേ? ഉറപ്പല്ലേ? പേടിക്കാതെ പോണട്ടോ. പോയി കഴിഞ്ഞാലേ വെറുതെ ആ ട്യൂബ് നിന്നോ, നിങ്ങൾ താഴ്ന്നു പോകില്ല കേട്ടോ. ശ്രദ്ധിച്ചോളി, അടി ടച്ച് ചെയ്യുന്നില്ല, കാല് തട്ടുന്നില്ല, ഇപ്പൊ വെറുതെ നിൽക്കുകയാണ്. അപ്പൊ കൊയങ്ങി കഴിഞ്ഞാൽ അവിടെ വെറുതെ ഫ്രീ ആയിട്ട് നിന്നാൽ മതി, എന്നിട്ട് നീന്തിയാൽ മതി കേട്ടോ. സായാ ധൈര്യമായിട്ട് നീന്തിക്കോ. ഇങ്ങോട്ട് കൈയോട്ട്. വരട്ടെ വരട്ടെ വരട്ടെ. എങ്ങനുണ്ട്? പോട്ടെ പോട്ടെ പോട്ടെ.
ഫസ്റ്റ് പേടിയല്ല എനിക്ക്. ഇനി 2-3 റൗണ്ട് കൂടി കഴിഞ്ഞാലേ ഒറ്റക്കട നീന്തു കേട്ടോ. ഓക്കെ അല്ലേ? ആ മുങ്ങൂല. സാ ഇങ്ങനെ കഴിയാണ്ട്. ആ അതന്നെ സ്പീഡാക്ക്. ആ അപ്പൊ എത്ര മനസ്സിലായതറിയോ? എല്ലാവർക്കും നീന്താൻ അറിയാം. ഈ നീന്തന്റെ ഒരു രൂപം എനിക്ക് നിങ്ങളെ വിട്ട് നിങ്ങൾക്ക് തോന്നിയ വരെ നീന്തുന്നില്ലേ? ഇതാണ് ഇതിലാറൊന്നും കൂടി കഴിയും. എങ്ങനെയാ അറിയോ? ഈ കാക്കാനെ നോക്കിക്കോട്ടെ. ഈ കാക്ക അവിടെ പോയിട്ട് വീട് വരും. അങ്ങനെ കണ്ടു. അങ്ങനെ കൈയും കാലൊക്കെ നോക്കിക്കോട്ടോ. ഒരു കൈ മുന്നിൽ വരുമ്പോ മറ്റേ കൈ കാക്കന്റെ ബാക്കിലേ വരിക. ഈ മുന്നിലെ കൈ ബാക്കിൽ വരുമ്പോ ബാക്കിലെ കൈ മുന്നിൽ വരിക. എങ്ങനെ വരിക? വെള്ളത്തില് തുഴയും. മുന്നിന്ന് ബാക്കിക്ക് തുഴയും. അങ്ങനെ കൈ മാറ്റി തുഴയും. അപ്പൊ കാലിനെന്താ പണി? കാല് പുറത്തൊക്കെ പറ്റുമോ? കാലിങ്ങനെ അടിച്ചോണ്ടിരിക്കണം. കാലടിച്ചുമ്പോൾ നമ്മൾ വെള്ളത്തിൽ ബാലൻസ് ചെയ്തിരിക്കുക. കൈ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ കാല് ബാലൻസ് ചെയ്തിരിക്കും. എങ്ങനെയൊന്ന് കാണിച്ചാണി? വെള്ളത്തിൽ കാണിക്കണ്ട. കൈ മേലിട്ട് കാണിച്ചാൽ ഓക്കെ അല്ലേ? കണ്ണുകൂടി നോക്കല്ലേ? ഇന്ത്യയൊക്കെ അല്ലേ? ഇങ്ങോട്ട് കുട്ടികളെ ഉള്ളിലുള്ള പേടിയാണ് നീന്താൻ പറ്റാത്തത്. അപ്പോൾ ഇവർക്കിപ്പോൾ ധൈര്യമൊക്കെ കിട്ടൽ തുടങ്ങിയാണ്. ഒറ്റക്കാണ് നീന്തി പോണത്. ഇനി 2-3 റൗണ്ട് ഇതേമാതിരി ചെയ്താൽ അവർക്ക് ട്യൂബ് ഒഴിവാക്കിയിട്ട് സ്വന്തമായിട്ട് നീന്താൻ പറ്റും. ധൈര്യമില്ല എനിക്ക് നീന്താ? ഇല്ലല്ലേ? അവന് ധൈര്യം ഉണ്ടാക്കണം കേട്ടോ.
തെങ്ങയുടെ മൂടി അതാ അപ്പൊ എന്റെ 2 മക്കളും ഈ പരിശീലനത്തിന് വന്നിട്ടുണ്ട്. അപ്പൊ അവർക്കൊന്നും നീന്താൻ തീരെ അറിയാത്ത കുട്ടികളാണ്. അപ്പൊ ഇപ്പൊ ഇവിടെ വന്ന് ഒരു 2 മണിക്കൂർ പരിശീലിച്ചപ്പോത്തിന് അവർക്ക് കുറച്ചൊരു ധൈര്യമൊക്കെ വന്നിക്കണേ. അപ്പൊ നിങ്ങളെ കുട്ടികളിൽ നിങ്ങൾ വിദ്യ അഭ്യസിക്കുന്നതോടുകൂടി ഇതേപോലത്തെ അഭ്യാസങ്ങളും പിന്നെ പഠിപ്പിച്ചു കൊടുക്കുക. താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ നമ്പറിൽ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എടവണ്ണ ഏരിയയിലുള്ള ആൾക്കാർ പിന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കുട്ടികളെ വളരെ സുരക്ഷിതമായി നീന്തൽ പഠിപ്പിക്കാം. Ay,